നമുക്ക് നമ്മുടെ സംസാരം എന്നെ വർത്തമാനാണെന്ന് ചോദിക്കും. എന്നെ വർത്തമാനാണ്. ഇപ്പം ഞങ്ങൾക്ക് ദൈവമേ എൻ്റെ വീട്ടിൽ തന്നെ. അപ്പം മകനാണെങ്കിൽ എന്ത് ചെയ്യും? മകൻ നമ്മുടെ കൂടെ കൂടുക? ഒരിക്കലും കൂടെ. അവനെ കെട്ടിക്കുമ്പോൾ തന്നെ ഉപേക്ഷിച്ചേക്കണം മകനെ. പല പ്രശ്നവും എന്താണ്? കെട്ടിച്ചിട്ട് നിങ്ങൾ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുകയല്ലേ? അതാണല്ലേ പ്രശ്നം. കെട്ടിക്കുമ്പോൾ തന്നെ മാതാപിതാക്കന്മാരെ വിട്ടെന്ന് പറഞ്ഞില്ലേ? ഈശോ അല്ലേ പറഞ്ഞിരിക്കണത്? മാതാപിതാക്കന്മാരെ വിട്ട് ഭാര്യയോട് ചേരും. അപ്പം തന്നെ വിട്ടേക്കണം. അത് 90ാമത്തെ വയസ്സും പിടിച്ചോണ്ടിരിക്കുകയാണ്. ഒന്നും പ്രതീക്ഷിക്കരുത് എന്ന് കർത്താവ് പറയും. ഇനി എന്താ വിടണത്? എന്നേക്കും നിങ്ങളോട് ആയിരിക്കാൻ മറ്റൊരാശ്വാസകൻ. അതാണ് വിഷയം. മകനൊരു ആശ്വാസകനാണ്, ഭർത്താവ് ഒരു ആശ്വാസകനാണ്. ഈ സംഭവമൊക്കെ കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകും. എന്നിട്ട് നമ്മൾ കുഴിക്കാൻ പോയി കഴിഞ്ഞാൽ 8 മണിക്കത്തെ കുർബാനയും കൂടിയിട്ട് കുഴിക്കാൻ പോയി പ്രാർത്ഥിച്ചിട്ട് അവിടെ തന്നെ ഇരിക്കും. എന്താണ്? പഴയ കാര്യവും ഓർത്തുകൊണ്ടിരിക്കും. എന്തൊക്കെ ആളെ വിട്ടുപോയില്ലേ? വിട്ടതായിട്ട് നേരത്തെ കൂട്ടണം മക്കളെ. കൂട്ടി എഴുതി തള്ളണം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴായാലും ഈ നമ്മുടെ കയ്യിലുള്ളതെല്ലാം ഈശോ പറഞ്ഞല്ല, നിങ്ങൾ സമ്പാദിച്ചതെല്ലാം ആരുടേത് ആകും അല്ലേ? ചോദ്യമല്ലേ? അടിപൊളി ചോദ്യമല്ലേ? ക്രിസ്തുവിനെ അറിയണം. അല്ല ക്രിസ്തുവിൻ്റെ ആനുകൂല്യം കൊണ്ട് ജീവിതകാലം മുഴുവൻ ജീവിക്കാനൊന്നുമില്ല.